ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്റ്റഡി ടൈം പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് 2024 ഡിസംബർ മാസത്തെ പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന് മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കാണ് 2023 പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്. 2023 JC ഡാനിയൽ പുരസ്കാര ജേതാവ് ഷാജി N കരുണാണ്. അടുത്തത് നോക്കാം. ഈ വർഷത്തെ IFFK ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ഹോങ്കോങ് സംവിധായകയും നടിയുമായ ആൻ ഹ്യൂയിക്ക്. ഈ വർഷത്തെ IFFKയുടെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം നേടിയത് ഹോങ്കോങ് സംവിധായകയും നടിയുമായ ആൻ ഹ്യൂയിയാണ്. ആൻ ഹ്യൂയി. അടുത്തത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റി യുടെ സംവിധായക പായൽ കപാഡിയയ്ക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം ലഭിച്ചത്. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി PhD പ്രവേശനം നേടുന്ന ആദ്യ ട്രാൻസ്ജെൻഡർ എന്ന ചരിത്രമെഴുതി ഋഷി ഋതു. ആദ്യമായിട്ട് PhD പ്രവേശനം നേടുന്ന ട്രാൻസ്ജെൻഡറായിട്ട് മാറിയതാരാണ്? ഋഷിത ഋതു. രണ്ടാമത് KT കൃഷ്ണവാര്യർ പുരസ്കാരം പ്രൊഫസർ M ലീലാവതിക്ക്. രണ്ടാമത്തെ KT കൃഷ്ണവാര്യർ പുരസ്കാരം നേടിയത് പ്രൊഫസർ M ലീലാവതിയാണ്. തോപ്പിൽ ബാസി ഫൗണ്ടേഷൻ്റെ തോപ്പിൽ ബാസി അവാർഡ് പെരുമ്പടവം ശ്രീധരന്. തോപ്പിൽ ബാസി അവാർഡ് നേടിയാരാണ്? പെരുമ്പടവം ശ്രീധരൻ. അടുത്തത് ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മിഷേൽ ബാച്ചിലെക്ക്. ഇക്കൊല്ലത്തെ ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചതാർക്കാണ്? ചിലിയുടെ മുൻ പ്രസിഡന്റും മനുഷ്യാവകാശ പ്രവർത്തകനുമായ മിഷേൽ ബാച്ചില. 5 ലക്ഷം രൂപയുടെ GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ചിന് പ്രൊഫസർ സുബി ജേക്കബ് ജോർജ് അർഹയായി. 5 ലക്ഷം രൂപ സമ്മാനമുള്ള GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് അതിന് അർഹനായതാരാണ്? പ്രൊഫസർ സുബി ജേക്കബ് ജോർജിനാണ് GD ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് റിസർച്ച് ലഭിച്ചത്. അടുത്തത് കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ കവി പ്രഭാവർമ്മയ്ക്കും രവി മേനോനുമാണ് ലഭിച്ചത്. കലാനിധി സെൻറ്റർ ഫോർ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പുരസ്കാരങ്ങൾ നേടിയത് കവി പ്രഭാവർമ്മയും രവി മേനോനുമാണ്. അടുത്തത് സിസ്റ്റർ ബനീത്ത സാംസ്കാരിക സമിതിയുടെ ബനീത്ത പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരനാണ്. സിസ്റ്റർ ബനീത്ത സാംസ്കാരിക സമിതിയുടെ ബനീത്ത പുരസ്കാരം നേടിയത് പെരുമ്പടവം ശ്രീധരനാണ്. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യൻ. എല്ലാവർക്കും അറിയുന്നതാണ്. ഇന്ത്യയുടെ ദൊമ്മരാജു ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായി. ചെസ് ലോക ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്. അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം, അതുപോലെ തന്നെ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരവുമാണ് D ഗുഗേഷ്, ദൊമ്മരാജു ഗുഗേഷ്. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം MPS നമ്പൂതിരിക്കും MP സുരേന്ദ്രനുമാണ് ലഭിച്ചത്. ചെറുതുരുത്തി കഥകളി സ്കൂളിൻ്റെ P കുഞ്ഞിരാമൻ നായർ സ്മാരക കളിയച്ചൻ പുരസ്കാരം നേടിയതാരൊക്കെയാണ്? MPS നമ്പൂതിരിയും അതുപോലെ തന്നെ MP സുരേന്ദ്രനുമാണ്. മലയാളിയായ സഹറു നുസൈബ കണ്ണനാരിയുടെ ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലിന് ഈ വർഷത്തെ ക്രോസ്വേഡ് അവാർഡ് നേടിയതാരാണ്? മലയാളിയായ സഹറു നുസൈബ കണ്ണനാരിയാണ്. പുസ്തകം എന്ന് പറയുന്നത് ക്രോണിക്കിൾ ഓഫ് ആൻ അവർ ആൻഡ് എ ഹാഫ് എന്ന ഇംഗ്ലീഷ് നോവലാണ് പുരസ്കാരത്തിന് അർഹമായത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷും മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാർ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി എന്നിവർക്കും പുരസ്കാരങ്ങളുണ്ട്. ആർക്കൊക്കെയാണ് പുരസ്കാരങ്ങളുള്ളത്? പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ അമിതാവ് ഘോഷ്, മലയാളികളായ ഇംഗ്ലീഷ് എഴുത്തുകാർ രാധാകൃഷ്ണൻ പിള്ള, ജയശ്രീ കളത്തിൽ, സന്ധ്യ മേരി. ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം സൂര്യ കൃഷ്ണമൂർത്തിക്ക്.
ഒഡീഷയിലെ ഭരതമുനി ഫൗണ്ടേഷൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കായി ഏർപ്പെടുത്തിയ ഭരതമുനി ദേശീയ പുരസ്കാരം നേടിയതാരാണ്? സൂര്യ കൃഷ്ണമൂർത്തിയാണ്. സൂര്യ കൃഷ്ണമൂർത്തി. 2034 ലോകകപ്പ് ഫുട്ബോളിന് സൗദി അറേബ്യ വേദിയാകും. 2034 ലോകകപ്പ് ഫുട്ബോളിന് വേദിയാവുന്നത് സൗദി അറേബ്യയാണ്. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ഉർവിൻ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ്. 2020 ക്രിക്കറ്റിൽ 28 പന്തിൽ സെഞ്ചുറി തികച്ച് ഇന്ത്യക്കാരൻ്റെ വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഉർവിൻ പട്ടേലും അഭിഷേക് ശർമ്മയുമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കി ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസൺ. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാജ്യത്തിനായി 9000 റൺസ് തികയ്ക്കുന്ന ആദ്യ ബാറ്റർ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയതാരാണ്? ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസൺ ആണ്. കെയ്ൻ വില്യംസൺ. സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റിൽ കിരീടം ചൂടി ഇന്ത്യൻ താരങ്ങളായ PV സിന്ധുവും ലക്ഷ്യ സെന്നും. സയ്യിദ് മോദി ബാഡ്മിൻ്റൺ സൂപ്പർ സീരീസ് ടൂർണമെൻറ്റിൽ ജേതാക്കളാരാണ്? PV സിന്ധുവും ലക്ഷ്യ സെന്നുമാണ്. വനിതാ ഡബിൾസിൽ മലയാളി താരം ഗ്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യവും ജേതാക്കളായി. വനിതാ ഡബിൾസിൽ ആരാണ് ജേതാക്കൾ? മലയാളി താരം ഗ്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദും ചേർന്ന സഖ്യമാണ് ജേതാക്കളായത്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ അതായത് ICC അധ്യക്ഷനായി ഇന്ത്യയുടെ ജയ്ഷ ചുമതലയേറ്റു. ICC അധ്യക്ഷനായി ചുമതലയേറ്റതാരാണ്? ജയ്ഷയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസ് നേടി ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് റെക്കോർഡിട്ട് ബറോഡ ടീം. ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്ത റെക്കോർഡാണ് പഴങ്കഥയായത്. അതായത് പുതിയ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2020 ക്രിക്കറ്റിൽ സിക്കിമിനെതിരെ 20 ഓവറിൽ 349 റൺസാണ് നേടിയത്. ആരാണ് നേടിയത്? ബറോഡ ടീമാണ്. ബറോഡ ടീം. മുമ്പത്തെ റെക്കോർഡ് എന്ന് പറയുന്നത് ഗാംബിയയ്ക്കെതിരെ സിംബാബ്വെ 20 ഓവറിൽ 344 റൺസ് എടുത്തതായിരുന്നു. ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി ബെലറൂസിൻ്റെ ആര്യാന സെബലെങ്ക തിരഞ്ഞെടുക്കപ്പെട്ടു. ബെലറൂസിൻ്റെ ആര്യാന സെബലെങ്കയാണ് ഈ വർഷത്തെ മികച്ച വനിതാ ടെന്നീസ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ മലയാളി താരം നിഹാൽ സരിന് കിരീടം. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന പ്രസിഡന്റ് കപ്പ് ചെസ്സിൽ കിരീടം നേടിയത് മലയാളി താരമായ നിഹാൽ സരിനാണ്. നിഹാൽ സരിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി സഞ്ജയ് മൽഹോത്ര നിയമിതനായി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 26ാമത് ഗവർണറായി നിയമിതനായതാരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്ര. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മഹാരാഷ്ട്രയുടെ പുതിയ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ്. ജാരദ് ഐസക്മാനെ നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാസയുടെ പുതിയ മേധാവിയായി നാമനിർദ്ദേശം ചെയ്തത് ജാരദ് ഐസക് മാനെയാണ്. ജാരദ് ഐസക് മാനെയാണ് നാസയുടെ പുതിയ മേധാവിയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാമനിർദ്ദേശം ചെയ്തത്. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. മുഹമ്മദ് അൽ ബഷീറിനെ സിറിയയുടെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചു. കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. മിഷൻ മൗസം എന്താണ്? കാലാവസ്ഥാ പ്രവചനം മെച്ചപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് മിഷൻ മൗസം. ചെന്നൈയിലും പുതുച്ചേരിയിലും ദുരിതം വിതച്ച് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. അടുത്തിടെ ചെന്നൈയിലും പുതുച്ചേരിയിലും ആഞ്ഞടിച്ച ചുഴലിക്കാറ്റാണ് ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ്. 2 വ്യത്യസ്ത പേടകങ്ങൾ 2 തവണയായി വിക്ഷേപിച്ച് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പെയ്ഡെക്സ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ സജ്ജമായി ഇന്ത്യ. അതായത് 2 വ്യത്യസ്ത പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിക്കുന്ന സ്പെയ്ഡെക്സ് സാങ്കേതികവിദ്യ പരീക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ സജ്ജമായി. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ 3 വിക്ഷേപണം വിജയകരം.
സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയമായ കൊറോണ പാളിയെ പറ്റിയുള്ള പഠനം ലക്ഷ്യമിടുന്നതാണ് പ്രോബ-3 ദൗത്യം. എന്താണ് പ്രോബ-3 എന്ന് പറയുന്നത്? സൂര്യൻ്റെ ഏറ്റവും ചൂടേറിയതും പുറമേയുള്ള പ്രഭാവലയവുമായ കൊറോണ പാളിയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് പ്രോബ-3 എന്ന് പറയുന്നത്. ISROയുടെ വാണിജ്യ ബഹിരാകാശ ദൗത്യമായ പ്രോബ-3 വിക്ഷേപണം വിജയകരമായി. ഓർത്തു വെക്കുക, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുഷീൽ കമ്മീഷൻ ചെയ്തു. INS തുഷീൽ കമ്മീഷൻ ചെയ്തു. നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പലായ INS തുഷീൽ കമ്മീഷൻ ചെയ്തു. ഗർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം വികസിപ്പിച്ച ഡ്രോണാണ് ഗർഗ എന്നു പേരുള്ള കമിക്കാസി ഇനത്തിൽപ്പെട്ട അത്യാധുനിക ചാവേർ ഡ്രോൺ വികസിപ്പിച്ച് ഇന്ത്യൻ സൈന്യം. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പാണ് വില്ലോ. ഗൂഗിൾ വികസിപ്പിച്ച പുതിയ അതിവേഗ കമ്പ്യൂട്ടർ ചിപ്പ് ഏതാണ്? വില്ലോ ആണ്. വില്ലോ. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭ പരിസ്ഥിതി പരിപാടിയുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം. പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് ഐക്യരാഷ്ട്രസഭയുടെ അതായത് UN-ൻ്റെ പരിസ്ഥിതി പരിപാടിയുടെ അതായത് UNEP ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് ഓർത്ത് വെക്കുക, ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചു. ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ്. 13ാം ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംഭയ സ്റ്റോറിക്ക്. 13ാമത്തെ ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി ചലച്ചിത്ര പുരസ്കാരം നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ആരാണ്? നിവേദിത ബാനർജി സംവിധാനം ചെയ്ത ഇന്ത്യൻ ചിത്രമായ ദ കുംഭയ സ്റ്റോറിക്കാണ് ലഭിച്ചത്. സംവിധാനം ചെയ്ത ആരാണ്? നിവേദിത ബാനർജി. ചിത്രം ദ കുംഭയ സ്റ്റോറി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ടൈം മാസിക 2024 പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുത്തു. ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃക ജെമിനി 2.0 പുറത്തിറക്കി ഗൂഗിൾ പുറത്തിറക്കിയ ഏറ്റവും നൂതനമായ നിർമ്മിത ബുദ്ധി മാതൃകയാണ് ജെമിനി 2.0. ഇനി അടുത്തിടെ അന്തരിച്ച പ്രമുഖ വ്യക്തികളെ നോക്കാം. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. കർണാടക മുൻ മുഖ്യമന്ത്രിയും മുൻ കേന്ദ്ര വിദേശകാര്യ മന്ത്രിയുമായിരുന്ന SM കൃഷ്ണ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ചെമ്പുക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. നിരൂപകനും ചരിത്ര പണ്ഡിതനും അധ്യാപകനുമായിരുന്ന ചെമ്പുക്കാവ് പ്രൊഫസർ MR ചന്ദ്രശേഖരൻ അന്തരിച്ചു. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MDR രാമചന്ദ്രൻ അന്തരിച്ചു. പുതുച്ചേരിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന MDR രാമചന്ദ്രനും അന്തരിച്ചു. എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പാർട്ട് 2 വീഡിയോ ഉടൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.